എൻ ശേഷാദ്രിനാഥനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കിയതിനെതിരെ KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് നിയമനം പാർട്ടിയുടെ അടിവേര് ഇളക്കുമെന്ന് PM നിയാസ് 24-നോട് പറഞ്ഞു. വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്തില്ലെന്നും തീരുമാനം തിരുത്താൻ ഏതറ്റം വരെയും പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. എനിക്ക് വ്യക്തമായ അഭിപ്രായം ഇക്കാര്യത്തിലുണ്ട്. പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഇത്തരം സുപ്രധാനമായ തീരുമാനങ്ങളിലൊക്കെ ഒന്നല്ലല്ലോ ഒന്നിനു പിറകെ എത്ര എണ്ണമാണ് വന്നത്. ഞാനതിലൊന്നും എനിക്ക് ബാധകമായ കാര്യമല്ല. എനിക്ക് പാർട്ടിക്ക് ബാധകമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സുപ്രധാനമായ ഇത്തരം കാര്യങ്ങളിൽ പാർട്ടി ഫോറം അതിന് ഫോറം ഉണ്ടാക്കി ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകും. ഇത് പാർട്ടിക്ക് അടിവേരിളക്കുന്ന ഒരു തീരുമാനമാണ്. അത് പാർട്ടിയുടെ സാധാരണക്കാരായ ആളുകളെ നെഞ്ചത്ത് കുത്തുന്ന അഭിപ്രായമാണ്. അവരൊരിക്കലും സഹിക്കുന്ന കാര്യമല്ല. അത് എനിക്ക് വേണ്ടിയല്ല, ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ഞാൻ. അതിനുവേണ്ടി ഏത് അറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. എൻ ശേഷാദ്രിനാഥനെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചത് പരിശോധനയ്ക്ക് ശേഷം എന്നാണ് തദ്ദേശ മന്ത്രി KM ഷാജിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയല്ല, താനാണ് പേര് നിർദ്ദേശിച്ചതെന്നും KM ഷാജി പറഞ്ഞു. നല്ല വിശ്വാസിയാവുന്നത് ഈ രാജ്യത്ത് അങ്ങനെ ഒരു തെറ്റാവുക, എല്ലാത്തിനും അങ്ങനെ കാണാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എന്നെ പറഞ്ഞോളൂ. എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഞാൻ കൊടുത്ത പ്രൊഫൈൽ ക്യാബിനറ്റ് അംഗീകരിക്കുകയാണ്. അതിന് മുഖ്യമന്ത്രിക്ക് പോലും നിങ്ങൾ അതിന് കുറ്റം പറയേണ്ട. അത് ആ പ്രൊഫൈൽ മുഴുവൻ ചെക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഓൾ വേറെ ബോർഡ്സ് എടുത്ത് അദ്ദേഹം അതിന് യോഗ്യനാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ കമ്മീഷണറാക്കി വെച്ചിരിക്കുന്നത്. ദീപക് ധർമ്മടം ചേരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട്. ദീപക്, എന്താണ് എതിർപ്പിന് കാരണം? ദീപക്, ഡോക്ടർ ഉന്മേഷ്, ശേഷാദ്രിനാഥന്റെ നിയമനത്തിനെ പൂർണ്ണമായും സർക്കാർ അത് സാധൂകരിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി സംസാരിച്ചു. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചതിന് ശേഷമാണ് KPCC സെക്രട്ടറി അതിശക്തമായ നിലപാടുമായി PM നിയാസ് എത്തിയത്. അഡ്വക്കേറ്റ് PM നിയാസ് പറഞ്ഞത് ഈ തീരുമാനം തിരുത്തണം. ഇത് രാഷ്ട്രീയമായി ഏറ്റവും വലിയ തിരിച്ചടി, അതായത് കോൺഗ്രസിന്റെയും UDFന്റെയും അടിവേരിളക്കുന്ന ഒരു തീരുമാനമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം തിരുത്തണം. തിരുത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകും. മാത്രവുമല്ല, അദ്ദേഹം KPCC സെക്രട്ടറി അയച്ച കത്തിന്റെ പകർപ്പ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി അദ്ദേഹം പറയുന്നു, ഈ രാഷ്ട്രീയ തീരുമാനമാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. രാഷ്ട്രീയമായ കൂടിയാലോചനകളില്ലാതെ ഇത്തരം തീരുമാനം കോൺഗ്രസിനും UDFനും വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം KPCC പ്രസിഡന്റിന് കത്തയച്ചിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം നമ്മളോട് ഒരു കാര്യം കൂടി പറയുന്നു. KPCC അധ്യക്ഷനുള്ള ഒരു ക്യാബിനറ്റിൽ ഔട്ട് ഓഫ് അജണ്ടയായി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വരുന്നു. എന്താണ് ഇത്ര തിടുക്കം ഇങ്ങനെ നിയമിക്കാൻ എന്നുള്ളതാണ്. മറ്റൊന്ന്, രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകേണ്ട ഒരു നിയമനമാണത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ ഇല്ലാതെ തീരുമാനമുണ്ടായതിൽ അതിശക്തമായ പ്രതിഷേധമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഡോക്ടർ ഉന്മേഷ്. ശരി, ദീപക് ധർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.